എല്ലാ കൂട്ടുകാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഒരു വ്യക്തിയുടെ മരണശേഷം എന്താണ് സംഭവിക്കുന്നത്? ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. ക്രിസ്തീയ ജീവിതത്തിൽ മരണശേഷം എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് ധാരാളം ആശയക്കുഴപ്പങ്ങളുണ്ട്. ചിലർ വിശ്വസിക്കുന്നു മരണശേഷം അന്ത്യന്യായവിധി വരെ എല്ലാവരും ഉറങ്ങുകയും അതിനുശേഷം നരകത്തിലോ അല്ലെങ്കിൽ സ്വർഗത്തിലോ എത്തുന്നു. എന്നാൽ മരണശേഷം തൽക്ഷണം വിധിക്കപ്പെട്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നു എന്ന് മറ്റു ചിലർ വിശ്വസിക്കുന്നു. മരണശേഷം ആത്മാക്കൾ താൽക്കാലികമായി നരകത്തിലോ അല്ലെങ്കിൽ സ്വർഗത്തിലോ പോവുകയും അന്ത്യനാളിൽ ന്യായവിധിക്ക് ശേഷം എന്നേക്കും വസിക്കുവാനായി ഒരിടത്തേക്ക് പോവുകയും ചെയ്യുന്നു എന്ന് മറ്റു ചിലർ വിശ്വസിക്കുന്നു. എന്നാൽ വചനം ഇതിനെപ്പറ്റി എന്താണ് പറയുന്നത്? ഒന്നാമതായി, മരിക്കുന്ന ആ നിമിഷത്തിൽ തന്നെ ക്രിസ്തുവിൽ വിശ്വസിച്ചവർ സ്വർഗത്തിലേക്കും അല്ലാത്തവർ നരകത്തിലേക്ക് മാറ്റപ്പെടുന്നു എന്ന് വേദപുസ്തകം വ്യക്തമായി പറയുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16, 18, 36 വചനങ്ങൾ വിശ്വാസികളെ സംബന്ധിച്ച് മരണമെന്നാൽ ഈ ശരീരം വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ചേരുന്നത് ആണ് എന്ന് നാം വായിക്കുന്നു. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വചനത്തിലും ഫിലിപ്പിയർ 1-ാം അധ്യായം 23-ാം വചനത്തിലും നമുക്കത് കാണുവാൻ കഴിയുന്നു. എന്നാൽ 1 കൊരിന്ത്യർ 15-ാം അധ്യായം 50 മുതൽ 54 വരെയുള്ള വചനത്തിലും 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ വിശ്വാസികൾ ഉയർത്തെഴുന്നേറ്റ ശേഷം മഹത്വീകരിക്കപ്പെട്ട ശരീരം നൽകപ്പെടുന്നതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. വിശ്വാസികൾ മരണശേഷം തൽക്ഷണം ക്രിസ്തുവിന് ഒപ്പം പോയാൽ പിന്നെ പുനരുദ്ധാനത്തിൻ്റെ ഉദ്ദേശം എന്താണ്? വിശ്വാസികളുടെ ആത്മാവ് മരണശേഷം ക്രിസ്തുവിൻ്റെ ഒപ്പം പോകുമെങ്കിലും അവരുടെ ശരീരം കല്ലറകളിൽ ഉറങ്ങുന്നു. വിശ്വാസികളുടെ പുനരുദ്ധാന സമയത്ത് അവരുടെ ശരീരങ്ങൾ ഉയർത്തെഴുന്നേറ്റ് ആത്മാവിനോട് ചേരുന്നു. പുതിയ ഭൂമിയിലും പുതിയ ആകാശത്തിലും ഒരുമിച്ച് ചേർന്ന ശരീരവും ആത്മാവും വിശ്വാസികളുടെ നിത്യമായ കൈമുതൽ ആയിരിക്കും. രണ്ടാമതായി, യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാത്തവർക്ക് മരണം ഒരു നിത്യശിക്ഷയായിരിക്കും. എന്നിരുന്നാലും അവിശ്വാസികളും വിശ്വാസികളെപ്പോലെ മരണശേഷം പുനരുദ്ധാനം, ന്യായവിധി, നിത്യലക്ഷ്യം എന്നിവയ്ക്കായി കാത്തിരിക്കുന്നതിനായി ഒരു താൽക്കാലിക സ്ഥലത്തേക്ക് വിശ്രമിക്കുന്നു. ഒരു ധനികനായ മനുഷ്യൻ മരണശേഷം നരകത്തിൽ കഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് ലൂക്കോസ് 16-ാം അധ്യായം 22 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ വിവരിച്ചിരിക്കുന്നു. അവിശ്വാസികൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നീതിയുടെ സിംഹാസനത്തിലിരിക്കുന്നവൻ അവരെ ന്യായം വിധിച്ച് തീപ്പൊയ്കയിൽ തള്ളുമെന്ന് വെളിപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു. അവിശ്വാസികൾ മരണശേഷം ഉടനെ തീപ്പൊയ്കയിലേക്ക് തള്ളപ്പെടുന്നില്ല, മറിച്ച് ന്യായവിധിയുടെ ഒരു താൽക്കാലിക സ്ഥലത്തേക്ക് തള്ളപ്പെടുന്നു. അവർ തീപ്പൊയ്കയിൽ തള്ളപ്പെടുന്നില്ലെങ്കിലും ഒരു സുഗമമായ ഇടത്തേക്ക് അല്ല അവർ പോകുന്നത്. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് ആ ധനികൻ നിലവിളിച്ചു എന്ന് ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 24-ാം വചനത്തിൽ കാണുന്നു. ആയതിനാൽ ഒരു വ്യക്തി മരണശേഷം താൽക്കാലിക സ്വർഗത്തിലോ നരകത്തിലോ വസിക്കുന്നു. എന്നാൽ ഈ താൽക്കാലിക വാസത്തിന് ശേഷം പുനരുദ്ധാനത്തിങ്കൽ ഒരു വ്യക്തിയുടെ വിധി ഒരിക്കലും മാറുന്നില്ല, മറിച്ച് സ്ഥലം മാത്രമേ മാറുന്നുള്ളൂ. വിശ്വാസികൾക്ക് പുതിയ ആകാശത്തേക്കും പുതിയ ഭൂമിയിലേക്കും പ്രവേശനം ലഭിക്കുന്നു. വെളിപ്പാടിൻ്റെ പുസ്തകം 21-ാം അധ്യായം 1-ാം വചനം. അവിശ്വാസികൾ തീപ്പൊയ്കയിലേക്ക് തള്ളപ്പെടുന്നു. യേശുക്രിസ്തുവിനെ മാത്രം രക്ഷിതാവായി സ്വീകരിക്കുന്നവർക്കും സ്വീകരിക്കാത്തവർക്കുമുള്ള നിത്യലക്ഷ്യങ്ങളാണ് ഇതെല്ലാം. മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 46-ാം വചനങ്ങളിൽ ഇത് നമുക്ക് കാണുവാൻ കഴിയുന്നു.